ഇത്തവണ ഇന്ത്യയിൽ നിന്നുള്ള 42,000 ഹാജിമാർക്ക് അവസരം നഷ്ടമായേക്കും. സൗദി ഹജ്ജ് മന്ത്രാലയത്തിന്റെ പോർട്ടൽ വഴി അപേക്ഷിക്കാൻ സാധിക്കാത്തതാണ് കാരണം. സ്വകാര്യ ഹജ്ജ് ഓപ്പറേറ്റർമാർ വഴി അപേക്ഷിച്ചവരുടെ യാത്രയാണ് അനിശ്ചിതത്വത്തിലായത്. അവസരം നഷ്ടമാകാൻ കാരണം സ്വകാര്യ ഓപ്പറേറ്റർമാരുടെ വീഴ്ചയാണെന്ന് കേന്ദ്ര സർക്കാരും കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചയാണെന്ന് സ്വകാര്യ ഓപ്പറേറ്റർമാരും പരസ്പരം കുറ്റപ്പെടുത്തുന്നു. മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അസ്ലം, എന്തുകൊണ്ടാണ് 42,000 പേർക്ക് ഒറ്റയടിക്ക് അവസരം നഷ്ടമാകുന്ന ആശങ്ക ഉണ്ടാകുന്നത്? നിഷാദ്, ഇത്തവണ ഇന്ത്യയിൽ നിന്ന് 1,75,025 പേർക്കാണ് ഹജ്ജിന് അവസരം ലഭിച്ചത്. ഇതിൽ 52,507 പേർ സ്വകാര്യ ഗ്രൂപ്പ് വഴിയാണ് അനുമതി ലഭിക്കുക. അതിലാണ് ഈ 10,000 പേർക്ക് മാത്രമേ 10,501 പേർക്ക് മാത്രമേ ഇത്തവണ അവസരം ഉറപ്പായിട്ടുള്ളൂ. അതുകൊണ്ടാണ് 42,000 പേർക്ക് ഇത്തവണ അവസരം നഷ്ടമായിരിക്കുമെന്നൊരു സാഹചര്യം വരുന്നത്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സ്വകാര്യതല്ല, മൊത്തത്തിൽ ഹജ്ജിൻ്റെ ഈ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഹജ്ജിൻ്റെ ഈ രേഖകൾ സമർപ്പിക്കുക ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നുസൂക്ക് എന്ന് പറയുന്ന ഒരു പോർട്ടൽ വഴിയാണ് സൗദി ഹജ്ജ് മന്ത്രാലയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും അതിൽ ഓരോ സ്ഥലത്തും സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ച് മിനയിലെ 1-2 സോണുകളിലാണ് ഇന്ത്യക്കാർക്ക് സ്ഥലം അനുവദിക്കുക. അത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ അവർ പൂർത്തീകരിക്കുകയും ഈ നുസൂക്കിലെ പോർട്ടൽ അടയ്ക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇനി ഇത്രയും ആൾക്കാർക്ക് ശരിക്കും അവസരം നൽകാൻ കഴിയാത്തൊരു സാഹചര്യമുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ രണ്ട് കാരണമാണ്. രണ്ട് ഭാഗത്തും കാരണം പറയുന്നത്. കേന്ദ്ര മന്ത്രാലയം പറയുന്നത് സംസ്ഥാനത്തെ സ്വകാര്യ ഹജ്ജ് ഓപ്പറേറ്റർമാർ ഇവർക്ക് യാത്രക്കാരുടെ ആവശ്യമായ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറിയത് വൈകി. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഹജ്ജിൻ്റെ പോർട്ടലിലേക്ക്, സൗദിയുടെ പോർട്ടലിലേക്ക് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം ആരോപിക്കുന്നു. അതേസമയം ഓപ്പറേറ്റർമാർ പറയുന്ന കാര്യം, ഞങ്ങൾ വിവരങ്ങളും കൈമാറി, മാത്രമല്ല അടയ്ക്കേണ്ട പണം, അതായത് 2 തരത്തിലുള്ള പണമുണ്ട്. ഇതിൽ ഈ അവിടെ താമസത്തിന് വേണ്ടിയുള്ള പണം ഉണ്ട്, അവർക്ക് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള പണമുണ്ട്, ടിക്കറ്റ് എടുക്കുക, ഇതെല്ലാം തന്നെ പൂർണ്ണമായി തന്നെ കൈമാറി കഴിഞ്ഞു. കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് ഇക്കാര്യത്തിൽ ഒരു അലംഭാവം കാട്ടിയതാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നുസൂക്ക് എന്ന് പറയുന്ന പോർട്ടൽ ഏറ്റവും അവസാന ഘട്ടത്തിലെങ്കിലും കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് തുറന്ന് ഇവർക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ 42,000 പേരുടെ സ്വകാര്യ ഓപ്പറേറ്റർമാർ വഴി പോകുന്നവർക്ക് ഹജ്ജിന് പോകാനുള്ള അവസരം നഷ്ടമാകും എന്നുള്ളതാണ് ഒരു പ്രശ്നം. മാത്രമല്ല ഇതിൽ ഈ ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചോളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അകപ്പെടും. കാരണം ഇവർ ഏറെക്കുറെ എല്ലാ പൈസയും, ടിക്കറ്റ് ആണെങ്കിലും അതോടൊപ്പം തന്നെ അവിടെ താമസമുള്ള സൗകര്യമുള്ള പൈസ ആണെങ്കിൽ അവരെല്ലാം പൂർണ്ണമായി അവരുടെ കയ്യിൽ നിന്നും അടയ്ക്കേണ്ടവർക്ക്, അത് സൗദിയിലെ ഏജൻസിനാണെങ്കിലും അതോടൊപ്പം തന്നെ സർക്കാരിലാണെങ്കിൽ തന്നെയും പൂർണ്ണമായി അടച്ചു കഴിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തവണ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നുണ്ട്. അടിയന്തരമായി തന്നെ കേന്ദ്ര ന്യൂനപക്ഷ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം ശ്രീ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാനുണ്ട്. ശ്രീ ഹുസൈൻ സഖാഫി, ഇതിലിപ്പോൾ ചെയ്യാനുള്ളത് എന്താണ്? ഈ വാർത്ത ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ കൈവശം ലഭ്യമായിട്ടില്ല. നമ്മൾ ഇപ്പോ ആദ്യത്തെ ശ്രമം എന്നുള്ള നിലക്ക് ഈ വാർത്തയുടെ ഡീറ്റെയിൽസും അതിന്റെ ഓതന്റിസിറ്റിയും പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പരിഹാരക്രിയകൾ ചെയ്യാനുണ്ടോ, ഹജ്ജ് കമ്മിറ്റിക്ക് അതിലെന്തെങ്കിലും എനി റോൾ ടു പ്ലേ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്യും. പക്ഷേ ഈ അവസരത്തിൽ ആ വാർത്തയെ പറ്റിയുള്ള ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അതിന്റെ കൺഫർമേഷനോ ലഭ്യമായിട്ടില്ല. ഒരു വാർത്തയായി വരുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനത്തെ അപ്ഡേറ്റ്സ് ഒന്നും നിങ്ങളുടെ കയ്യിലില്ല? അപ്ലൈ ചെയ്തിട്ടുള്ള പൈസ മുടക്കിയിട്ടുള്ള എല്ലാവർക്കും പോകാൻ പറ്റുമെന്നാണ് ഇപ്പോഴും നിങ്ങളുടെ ധാരണ? നമ്മുടെ ഇത് ഹജ്ജ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റിയുമായി യാത്ര ചെയ്യുന്നവരെ പറ്റി അല്ല ഇത് പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോകുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്തയായിട്ടാണ് രൂപപ്പെട്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള ഹജ്ജ് കമ്മിറ്റി ഈ പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പിലൂടെ പോകുന്ന ആളുകളുടെ കാര്യം പ്രത്യേക പരിഗണനയിൽ ശ്രദ്ധിക്കാറില്ലല്ലോ. ഈ വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായി തന്നെ അവൈലബിൾ ആയതിനു ശേഷം ആസ് ദി സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളത് ആലോചിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളില്ല? ഇല്ല. നമ്മളെ സംബന്ധിച്ച് ഈ പ്രൈവറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേക കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിലും അപൂർവമായിട്ടേ ഉണ്ടാകാറുള്ളൂ. അത് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നുസൂക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ആപ്പ് അവർ ക്ലോസ് ചെയ്യുക, അപ്പോൾ അവരുടെ ഈ സൗദി മന്ത്രാലയത്തിൻ്റെ ഇടപാടുകൾ, അവരുടെ തീരുമാനങ്ങൾ, അതിനകത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടാകുമോ, അതോ സർക്കാരിന് മാത്രമേ അതിൽ ഇടപെടാൻ പറ്റുള്ളൂ നയതന്ത്രപരമായി പോലും? നമുക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി ഇത്തരം വിഷയങ്ങൾ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഏത് ഇഷ്യൂവിലും ഇടപെടുകയാണെങ്കിൽ നമ്മൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുഖേനയും അതേപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയം മുഖേനയും മാത്രമല്ലേ ബന്ധപ്പെടാൻ പറ്റുള്ളൂ.
ആ രീതിയിൽ ഇടപെടേണ്ടതുണ്ട് എന്നാണ് വാർത്തയുടെ വിശദീകരണം ലഭിച്ചതിന് ശേഷം ബോധ്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്നതാണ്. ശരി, അക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും എന്നാണ് ഇപ്പോൾ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. അല്ല അസ്ലം, ഇതിനകത്ത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് ചെയ്യാനുള്ള റോൾ വളരെ കുറവായിരിക്കും അല്ലേ? കമ്മിറ്റിന്ന് അപ്പുറത്തേക്ക് വകുപ്പ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പിന്നെ സൗദി ഹജ്ജ് കാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെടുകയും ഏറ്റവും അവസാനം കുറച്ച് സമയമെങ്കിലും ഒരു ചെറിയൊരു ഇടവേളെങ്കിലും ആ ഒരു നുസൂക്ക് എന്ന് പറയുന്ന പോർട്ടൽ ഓപ്പൺ ആക്കി കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഇനിയെങ്കിലും അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം കഴിഞ്ഞ തവണ ഇത്രയും ഒരു ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ സൗദി ഹജ്ജ് വകുപ്പ് ഈ പോർട്ടൽ അടയ്ക്കുന്നതിന് മുമ്പ് കുറേ ആൾക്കാരുടെ അപ്ലോഡ് ചെയ്തില്ല. അതേസമയം അവസാനം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അത് നൽകുകയും ചെയ്തു. പക്ഷേ ഇത്തവണ അത് ഒരു സ്ട്രിക്റ്റായി. കാരണം ഈ പോർട്ടൽ വന്നതിന് ശേഷം നടപടിക്രമങ്ങൾ ഹജ്ജ് പിന്നെ നേരത്തെ എല്ലാം അറിയിക്കും. അതുകൊണ്ട് തന്നെ ആ സമയബന്ധിതമായ ഓരോ നടപടികളും സൗദി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനിയൊരു തുറക്കാൻ സാധ്യതയുണ്ടെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. മാത്രമല്ല ഏറെക്കുറെ എല്ലാ പൈസയും നൽകി കഴിഞ്ഞ സാഹചര്യത്തിൽ ആ പൈസ റീഫണ്ട് പല തരത്തിലും നടക്കില്ല. കാരണം അത് ഹോട്ടൽ ബുക്കിംഗ് ആണെങ്കിലും ടിക്കറ്റിംഗ് ആണെങ്കിലും ഇൻഡിവിജ്വൽ ടിക്കറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അതൊന്നും തിരിച്ചിട്ടുള്ള സാധ്യത കുറവുണ്ട്. വലിയ ആശങ്ക യഥാർത്ഥത്തിൽ യാത്രക്കാർക്കുണ്ട്. അതോടൊപ്പം തന്നെ സ്വകാര്യ ഓപ്പറേറ്റേഴ്സിനുണ്ട്. എന്തായാലും ഇനി ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് സൗദിയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി ഇത്രയും പേർക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം അവർ ഉറപ്പിച്ചൊരു വാർത്താക്കുറിപ്പിലൂടെ മറ്റൊന്നും ഇറക്കിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം കേന്ദ്രവും ഇക്കാര്യത്തിൽ ഇന്നലെ കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു ഒരു സർക്കുലർ ഇറങ്ങിയതല്ലാതെ ഇക്കാര്യത്തിൽ ഇനി സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ, ഇടപെടൽ സാധ്യമാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതകൾ വന്നിട്ടില്ല. എന്തായാലും കശ്മീരിൽ മെഹബൂബ മുക്തി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അടിയന്തരമായ ഇടപെടൽ പിന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന് വേണമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അത്തരമൊരു നയതന്ത്ര ഇടപെടൽ മാത്രമേ ഇനി അത് പരിഹരിക്കാൻ കഴിയൂ എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും 42,000-ഓളം പേരുടെ ഹജ്ജ് അപേക്ഷകൾ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അവർക്ക് പോകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അടിയന്തരമായ ഇടപെടൽ കേന്ദ്ര സർക്കാർ തലത്തിൽ വേണം, വിദേശകാര്യ മന്ത്രാലയത്തിൽ വേണം എന്നതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്.